ചൂടിനിടെ തെക്കൻ കേരളത്തിന് ആശ്വാസമായി അങ്ങിങ്ങ് മഴ. പത്തനംതിട്ട നഗരത്തിൽ കനത്ത മഴയിൽ നേരിയ വെള്ളക്കെട്ടുമുണ്ടായി. തിരുവനന്തപുരം നഗരത്തിലും മലയോരത്തും മഴയെത്തി. കൊല്ലത്ത് ആലിപ്പഴം വീണു. കനത്ത ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ വേനൽമഴ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വേനൽമഴ എത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ അതിശക്തിയായി തന്നെ പെയ്തു. അതിൽ കൊല്ലത്തെ കിഴക്കൻ മേഖലയിൽ ആലിപ്പഴം വീഴുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ആനക്കുളം, ചണ്ണപ്പേട്ട, മീൻകുളം, ഇട്ടിവ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മഴയ്ക്കൊപ്പം വ്യാപകമായി ആലിപ്പഴം വീണത്. തിരുവനന്തപുരത്ത് മഴ, പാലോട് ഉൾപ്പെടെ കിഴക്കൻ പ്രദേശത്തുൾപ്പെടെ വലിയ മഴ ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 23 മില്ലിമീറ്റർ അളവിലാണ് മഴ പെയ്തത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പത്തനംതിട്ട ടൗണിലും വലിയ മഴയുടെ സാന്നിധ്യം ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടായത്. എന്തായാലും വലിയ ചൂടായിരുന്നു ഇന്ന് രാവിലെയുള്ള സമയങ്ങളിലുമൊക്കെ. ദിവസങ്ങളായി ഇത്തരത്തിൽ മഴ ചാറി നിന്നെങ്കിലും ഇപ്പോൾ മഴ കുറച്ച് ശക്തമായി പെയ്യുകയാണ്. അതിൻ്റെ ഒരു വെള്ളക്കെട്ടാണ് നഗരത്തിൽ കാണാൻ കഴിയുന്നത്. ആശ്വാസമായോ? വളരെ ആശ്വാസമായി. വേനൽ മഴ വളരെ ആശ്വാസമാണ്. വെള്ളമില്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കും കൂടെ ഒരു ആശ്വാസമാണ്. പിന്നെ നമ്മുടെ ഈ ചെറിയൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അടിപൊളി മഴയായിരുന്നു. ആന്നു ഇന്ന് ഞാൻ തിരിച്ചും പോവാ. ഞാനിന്ന് ആ ചൂടിനൊരു ആശ്വാസം കിട്ടി. മഴ ആശ്വാസമായോ? മഴ ആശ്വാസമായി. എങ്ങനെ ഇടിമിന്നലും ഉണ്ടായിരുന്നു, നല്ല ഇടിയായിരുന്നു. പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ വെയിലത്തൊക്കെ? അതെ അതെ, മഴ വളരെ ആശ്വാസമായി. അധികം മഴ പെയ്താൽ നഗരത്തിൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാവും. മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കും. മലയുടെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം മഴയുണ്ട്. പ്രതീക്ഷയില്ല. നല്ല ചൂടായിരുന്നു. ചൂട് നല്ലൊരു ആശ്വാസമായിരുന്നു. നല്ലൊരു കുളിർമയായിരുന്നു. ശരീരം നടക്കാനുള്ള കിടന്ന് ഉറങ്ങാൻ പറ്റിയൊരു നല്ലൊരു ആശ്വാസമായിരുന്നു. വലിയ ചൂടാണ് രാവിലെ സമയങ്ങളിൽ താണ്ടിയത്. സൂര്യാഘാതമേറ്റ വാർത്തകളെ കൊടുത്തതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും തെക്കൻ കേരളത്തിൽ ആശ്വാസത്തിന്റെ മഴ പെയ്യുന്നത്. സുധീഷ് ജില്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.